ഹായ് നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ മണത്തണ ടൗണിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലത്തിൽ കൊട്ടഞ്ചുരം എന്ന് പറഞ്ഞ സ്ഥലത്ത് നല്ലൊരു കിടിലൊരു ഹൗസ് പ്ലോട്ട് ഒരു 19 സെൻറ്റ് സ്ഥലത്താക്കണം ഈ കാണുന്ന ഒരു പ്ലോട്ട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി ഒക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ പരസ്യം ചെയ്തിട്ട് വിൽക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ആ കാണുന്ന നമ്മളെ നമ്പറിൽ വിളിച്ചോളിട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോഴേ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ പഞ്ചായത്ത് വരുന്ന നമുക്ക് പേരാവൂരാണ് കേട്ടോ. അതുപോലെ തന്നെ വില്ലേജ് വരുന്ന മണത്തണയാണ്. പിന്നെ ഇരിട്ടി താലൂക്കിലും പെട്ടിട്ടുള്ള സ്ഥലമാണ്. ഇനി നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി സൗകര്യം അതുപോലെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിലൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോയി കാണാം. നമുക്ക് പോയി നോക്കാം. അപ്പോളേ ഇനി നമ്മളൊരു പ്ലോട്ടിലോട്ട് വരാനുള്ള വഴി സൗകര്യമൊക്കെ പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ റോഡ് വരുന്ന കൊട്ടഞ്ചുരത്ത് നിന്ന് വരുന്ന റോഡാണ്. അവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ നടക്കാനുള്ള ദൂരം കേട്ടോ. നമുക്ക് അവിടെ ബസ് റൂട്ടിലാണ്. 200 മീറ്റർ പോയി കഴിഞ്ഞാൽ ബസ് റൂട്ടെല്ലാം ഉള്ളതാണ്. പിന്നെ അടുത്ത ഇഷ്ടം പോലെ വീടുകളെല്ലാം ഉണ്ട്. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ കേട്ടോ. പിന്നെ ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് മടപ്പുരഞ്ചാൽ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് എത്തുന്നത്. അവിടെ അങ്ങോട്ട് ഏകദേശം ഒരു 800 മീറ്റർ ദൂരമാണ് കേട്ടോ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇരിട്ടി ചെറുപുഴയെല്ലാം പോകണ മലയോര ഹൈവേയിലോട്ടാണ് നമ്മൾ ചെന്നെത്തുന്നത്. പിന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ നമുക്ക് ഏകദേശം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് കേട്ടോ. ഇവിടുന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്നത് തന്നെയാണ് നമ്മളെ സ്ഥലം എന്ന് പറയുന്നത്. ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന സ്ഥലം തന്നെയാണ് കേട്ടോ. നമുക്ക് ഫ്രണ്ടേജ് ഏകദേശം ഒരു 14 മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞ് കണ്ണൂരൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 57 കിലോമീറ്റർ ദൂരമുള്ളത്. അതുപോലെ നമുക്ക് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഒരു 34 കിലോമീറ്റർ ദൂരമുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിൽ എൻ്റെ ഇവിടം വരെയാണ് വരുന്നത്. അപ്പോൾ ഇതാ അത്യാവശ്യം നല്ല ടാറിങ് റോഡ് ഫ്രണ്ടേജോട് കൂടി കിടക്കുന്ന നല്ലൊരു സ്ഥലം തന്നെയാണ്. ചുറ്റുപാട് ഇഷ്ടംപോലെ ഇങ്ങോട്ടൊക്കെ ആണെങ്കിലൊക്കെ വീടുകളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് കൊട്ടിയൂർ പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒരു 17 കിലോമീറ്റർ ദൂരമുള്ളൂ. ഇനി നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് സ്ഥലത്തിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പോയിട്ട് നോക്കാം. നമുക്ക് പോയി നോക്കാം. അപ്പോൾ നമ്മൾ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജ് അതിലും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ. ഇനി നമ്മൾ പ്ലോട്ടിൽ കൊണ്ട് വരുമ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ അത്യാവശ്യം നല്ല ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. വീടൊക്കെ വെക്കാൻ പറ്റിയ നല്ല കിടിലൻ സൈറ്റ് സ്ഥലമാണ്. അതും നമ്മളെ കണ്ണൂർ ജില്ലയിൽ മണത്തണ ഏരിയയിലൊക്കെ ഒരു വീട് വെക്കാനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ട് തന്നെയാണ് കേട്ടോ. അടുത്ത ചുറ്റുപാടും വീടുകളെല്ലാം നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള കിടിലൻ ഏരിയ തന്നെയാണ് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു വീടൊക്കെ വെച്ച് താമസിക്കുക എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കറണ്ടിൻ്റെ കണക്ഷനൊക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാക്കണേ. ഇവിടെ ഫ്രണ്ടിലും നമുക്ക് കറണ്ടിൻ്റെ കണക്ഷൻ എടുക്കാനുള്ള ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് സൈഡിൽ അവിടെ പോസ്റ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മളൊരു വീടൊക്കെ വെക്കാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സൈഡിൽ നമുക്ക് റോഡ് ഫ്രണ്ടേജോട് കൂടി തന്നെ നമുക്ക് വീടെല്ലാം വെക്കാൻ പറ്റിയ നല്ല സ്ഥലം തന്നെയാണ്. വണ്ടിയൊക്കെ നേരെ നമുക്ക് വീടിൻ്റെ മുറ്റം വരെ വരികയും ചെയ്യും. അങ്ങനത്തെ നല്ലൊരു സൈറ്റ് സ്ഥലം തന്നെയാണ്. പിന്നെ മണ്ണ് എന്ന് പറഞ്ഞ പ്ലോട്ട് ഫുള്ള് നല്ല മണ്ണുള്ള സ്ഥലമാണ്. കരിങ്കൽ പാറയോ വെട്ടുകല്ലോ അങ്ങനത്തെ പാറയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമുള്ള പ്ലോട്ടൊന്നല്ല കേട്ടോ. നല്ല മണ്ണുള്ള സ്ഥലം. ഇനിയിപ്പോൾ വീട് വെച്ച് താമസിക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം തെങ്ങ് കവുങ്ങ് അങ്ങനെ ചെറിയ രീതിയിൽ വീട്ടിലേക്ക് ആവശ്യമുള്ള കൃഷികളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലം കൂടി. അപ്പോൾ നിലവിലിനകത്ത് കുറച്ച് വാഴക്കൃഷിയെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇപ്പോൾ നമ്മുടെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു വ്യൂ എന്ന് പറയുന്നത്. നോക്കിയാൽ നിങ്ങൾ ഇപ്പം നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ള് കണ്ടു കഴിഞ്ഞില്ലേ. ഇനി നമുക്ക് പറമ്പിൻ്റെ ബാക്ക് സൈഡും കൂടി ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കാം. ആ ബാക്ക് സൈഡ് അതിലൊന്ന് കാണിക്കാം അല്ലേ. അതെ, ചെറിയൊരു കട്ടിങ് ഉണ്ട് ഈ ഒരു ഭാഗത്ത്. അതെ, പിന്നെ ഈ ഒരു ഭാഗത്ത് വീടുണ്ട്, ഇങ്ങോട്ട് വീടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീടൊക്കെ വെച്ചിട്ട് വീട് വെക്കാം. അതുപോലെ തന്നെ കുറച്ച് എന്തെങ്കിലും കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൃഷി ചെയ്യാം അല്ലേ. ബാക്ക് സൈഡിലോട്ട് കൃഷിയെല്ലാം ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ അടുത്ത് നിന്നുള്ള സൗകര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ. നമുക്ക് സ്കൂൾ, പള്ളി, അമ്പലം, ചർച്ച് എന്ന് വേണ്ട സൗകര്യങ്ങളൊക്കെ പിള്ളേരൊക്കെ സ്കൂളിലോട്ട് പറഞ്ഞു വിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മണത്തണയ്ക്ക് ഏകദേശം 1.5 കിലോമീറ്ററിൽ അവിടെ നമുക്ക് ഹയർ സെക്കൻഡറി സ്കൂളെല്ലാം ഉണ്ട്. പിന്നെ അടുത്ത് ആരാധനാലയങ്ങൾ പറഞ്ഞാൽ നമുക്ക് ഇവിടെ 200 മീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കൊട്ടഞ്ചുരം എത്തിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം പള്ളി ഉണ്ട്. അതേപോലെ തന്നെ മടപ്പുരച്ചാൽ എത്തിക്കഴിഞ്ഞാൽ അങ്ങോട്ട് 800 മീറ്റർ ഉള്ളത് കേട്ടോ. അവിടെ നമുക്ക് ക്രിസ്ത്യൻ പള്ളി ഉണ്ട്, അമ്പലം ഉണ്ട്. അപ്പോൾ അതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ബാക്ക് സൈഡിലാണ്. കുറച്ച് വീതി കുറച്ച് കുറവുണ്ട്. പിന്നെ ഇങ്ങോട്ട് വീടുകളുണ്ട്. അതുപോലെ തന്നെ ആ ഒരു ഭാഗത്തും വീടുകളുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ഇതാണ് നമ്മളെ പ്ലോട്ടിൻ്റെ ഒരു ഏകദേശം ഒരു ഈ ഒരു സൈഡിൽ അതിരിതാ ഈ കാണുന്നതിന് കേട്ടോ. ഈ ഒരു ചെറിയൊരു കെട്ട് കാണുന്നത് ഇത് തന്നെയാണ് അതിൻ്റെ അതിര് വരുന്നത്. ബാക്ക് സൈഡിലും കറണ്ടിൻ്റെ ഇലക്ട്രിക് പോസ്റ്റെല്ലാം കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ ഈ പോസ്റ്റിൻ്റെ കണക്ഷൻ നമുക്കൊരു 3 പോസ്റ്റ് തന്നെ ഉണ്ടല്ലേ. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എടുക്കാം, അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് എടുക്കാം, അതുപോലെ തന്നെ പിന്നെ ഈ ബാക്ക് സൈഡിൽ നിന്ന് ഭാഗത്ത് എടുക്കാം. ഈ ഒരു ഭാഗത്ത് ഇവിടെ കുറച്ച് വീതി കുറച്ച് കുറവുള്ള സ്ഥലമാണ് അല്ലേ. അതെ. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളെ ഈ ഒരു പ്ലോട്ടിൻ്റെ മൊത്തത്തിലുള്ളൊരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിര് വരുന്നത് കേട്ടോ. അപ്പോൾ സ്ഥലമൊക്കെ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതാണ് ഈ ഒരു ഭാഗത്ത് ഇവിടുത്തെ അതിരും കൂടി ഒന്ന് കാണിക്കാം അല്ലേ. ഇതാണ് ഈ കാട് വെട്ടിയിട്ട് ഇതുവരെയാണ് നമ്മളെ ഈ ഒരു ഭാഗത്ത് നല്ല മണ്ണുള്ള സ്ഥലം അല്ലേ. നല്ല മണ്ണുള്ള നല്ല സ്ഥലമാണ്, നല്ലൊരു സ്ഥലം. വീട് വെച്ച് താമസിക്കാം. അതുപോലെ തന്നെ ചെറിയ രീതിയിൽ കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റിയ നല്ല ബെസ്റ്റ് പ്ലോട്ട് ഉണ്ടോ. അപ്പോൾ ഓണർ ഇനി ചോദിക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ
സെൻറ്റിന് 1.5 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. ചെറിയ രീതിയിൽ നെഗോഷ്യബിളായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പം ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കൊടുത്ത നമ്പറിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളി. ഓണറുടെ നമ്പറൊക്കെ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പേജ് വഴി പരസ്യം ചെയ്ത് വിൽക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യട്ടോ. ഞങ്ങളുടെ നമ്പറാണ് മേലെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലൊന്ന് വിളിച്ചാൽ മതി അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേഷനോ ആരെങ്കിലും ഈ ഒരു ഏരിയയിൽ സ്ഥലങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ. ബൈ ബൈ.